ഹലോ. അപ്പോൾ രാവിലെ എണീറ്റപ്പം മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. പക്ഷേ തലേന്ന് രാത്രി നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പറമ്പിലെ വാഴയും അതുപോലെ ചേമ്പൊക്കെ ഒന്ന് ചാഞ്ഞു പോയിട്ടോ. കണ്ടോ, കുറേയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീണൊക്കെ പോയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. പക്ഷെ നമ്മുടെ സൈഡിൽ കുറേ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒടിഞ്ഞ് പെരയുടെ മുകളിലോട്ട് വീഴുന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന്. അപ്പോൾ രാവിലെ പറമ്പ് കണ്ടപ്പം അച്ഛന് ഭയങ്കര ടെൻഷനായിട്ടോ. പിന്നെ കാച്ചിൽ കിട്ടിയായിരുന്നു. കാച്ചിൽ പുഴുങ്ങി അതോടൊപ്പം തന്നെ തൈരും കാന്താരിയും കൂടെ ഉടച്ച് അതുണ്ടാക്കിട്ടോ. പിന്നെ മഴയായി ആകെ മടി പിടിച്ചു. അങ്ങനെ അടുക്കളയിലൊക്കെ എത്തി നമ്മൾ കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാട്ടോ. നമ്മളൊന്ന് സോയാബീനാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോയാബീൻ റോസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അതിന് സവാളയൊക്കെ വഴറ്റുന്നുണ്ട്. അപ്പുറത്ത് ചക്ക എരിശ്ശേരി, ഇന്നലെ കുറച്ച് ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഞങ്ങൾ ഇന്നലെ വേവിച്ചു. ബാക്കി ഞങ്ങൾ എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തുണ്ട് കുക്കറിൽ. അപ്പോൾ പുറത്ത് നല്ല മഴ തോരും പെയ്യും അങ്ങനെ അതാട്ടോ. നമുക്ക് നമ്മുടെ അടുപ്പ് അവിടെ നമ്മൾ ചോറ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാ സോയാബീൻ വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറുണ്ടാക്കി നേരത്തെ വെച്ചു. ജലദോഷം പിടിച്ചിട്ട് എനിക്ക് ഇടയ്ക്ക് ചുമ വരുന്നുണ്ട് കേട്ടോ. അതൊരു പ്രശ്നം. പിന്നെ പുറത്ത് നല്ല മഴ, അടിപൊളി മഴ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. തോരുന്നേ ഇല്ല, തോരാത്ത മഴയാണ്. അതോടൊപ്പം തന്നെ കാറ്റും വീശുന്നുണ്ട്.